നമസ്കാരം. രാഷ്ട്രീയ വൃത്തത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പുതിയ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്കുള്ള പുതിയ വിഷയങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദേശത്തു നിന്ന് വരുന്ന സംഭാവന നിയന്ത്രിക്കുന്നതിനുള്ള നിയമം, അതിൻ്റെ ഭേദഗതി നിയമം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ചൂട് പിടിച്ച വിഷയമായി മാറിയിട്ടുണ്ട്. ആര്യ, ഇതെങ്ങനെയാണ് കേരളത്തിൽ ഒരു 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 തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രധാനമായിട്ടും പ്രതിരോധത്തിൽ നിൽക്കുന്നത് കേന്ദ്ര സർക്കാരും BJP-യുമാണ്. CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് ഈ പുതിയ ഭേദഗതി എതിർക്കുകയാണ്. ആർക്കാണ് പരാതിയുള്ളത്? പരാതിയുള്ളത് ചില ക്രിസ്ത്യൻ സഭകൾക്കും ചില ബിഷപ്പുമാർക്കുമാണ്. ചില എന്നുള്ളത് അണ്ടർലൈൻഡ് തന്നെയാണ്, എല്ലാവർക്കുമില്ല. ഇത് ആദ്യമായിട്ട് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദേശ സംഭാവന സ്വീകരിക്കുന്നത് സുപ്രീം കോടതിയിൽ പോയിരുന്നു. സുപ്രീം കോടതിയിൽ പോയ സമയത്ത് ഇതൊരു മൗലിക അവകാശമല്ല, ഇതിൽ പാർലമെന്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ഭേദഗതി ചെയ്യാം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ലീഗൽ സ്റ്റാൻഡിംഗ്. അപ്പോൾ ഭേദഗതി ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്, 2010 ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് അതിനു മുൻപ് 2010 ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത്. 2010 ചെയ്ത സമയത്തിന് മുൻപ് ഈ വിദേശ സംഭാവന വരുന്നതിൻ്റെ 50% വരെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ചെലവുകൾക്ക് ഉപയോഗിക്കാമായിരുന്നു. ആ ഭേദഗതിക്ക് ശേഷം അത് 20% കുറച്ചു. അങ്ങനെ ഇതിനു മുൻപ് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പരാതി ചില ക്രിസ്ത്യൻ മിഷണറികൾക്കാണുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രിസ്ത്യൻ ആളുകൾ മാത്രമല്ല വിദേശത്ത് നിന്ന് ചാരിറ്റിക്ക് വേണ്ടി NGO നടത്താൻ വേണ്ടി സംഭാവന സ്വീകരിക്കും. ഉദാഹരണത്തിന് മാതാ അമൃതാനന്ദമയി വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന, അവരുടെ ആതുര സേവനങ്ങൾക്ക് ഫണ്ട് സ്വീകരിക്കുന്ന ഒരു സംഘടനയാണ്, ഒരു സംവിധാനമാണ്. പക്ഷേ അവർക്കൊന്നും ഈ പരാതിയില്ല. പരാതിയുള്ളത് ചില ബിഷപ്പുമാർക്കാണ്. അതിന് കൃത്യമായ കാരണം വേണമെങ്കിൽ ഈ 2014 കേന്ദ്രത്തിൽ BJP സർക്കാർ, മോദി സർക്കാർ വന്നതിന് ശേഷം ഇപ്പം മതപരിവർത്തന ബിൽ, അതൊക്കെയുമായി ബന്ധപ്പെട്ട ഇന്നലെ ഈ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ സഹമന്ത്രി നിത്യാനന്ദ റായ് ഇത് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തു നിന്ന് വലിയ ഒച്ചപ്പാടും ബഹളം ഉണ്ടാകുന്നു. അവർ പറഞ്ഞു ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകരമായ ബില്ലാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ശരിയാണ്, ഇത് അപകടകരമായ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നവർക്ക് അപകടകരമായതാണ്. അതുപോലെ തന്നെ പുറത്തു നിന്ന് കൊണ്ടുവന്ന് മതപരിവർത്തനം പോലുള്ള പരിപാടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്കും ഇത് അപകടകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മതപരിവർത്തനം എന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യത്തിലാണോ ഇത് ഇങ്ങനെ ഒരു അമെൻമെന്റ് കൊണ്ടുവരുന്നത്? അതിനുള്ള ഉത്തരവ് ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. 2014 കേന്ദ്രത്തിൽ മോദി സർക്കാർ വന്നതിന് ശേഷം BJP ഭരിക്കുന്ന 10 സംസ്ഥാനങ്ങൾ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ബില്ല് കൊണ്ടുവന്നു. ഏറ്റവും കൂടുതൽ ഉത്തരേന്ത്യയിൽ കന്യാസ്ത്രീമാർ ആക്രമിക്കപ്പെട്ട വാർത്തകൾ, പാസ്റ്റർമാർ ആക്രമിക്കപ്പെട്ടവർ, അതൊക്കെ ഈ ക്രിസ്ത്യൻ മിഷണറിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കേൾക്കുക. അതുകൊണ്ടാണ് അവർക്ക് പരാതിയുള്ളത്. ഇത് ഏറ്റവും കൂടുതൽ പരാതി വരുന്ന ഈ സർക്കാർ ഏറ്റെടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ആ സർക്കാർ ഏറ്റെടുത്താൽ ആരാധനാലയങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. ഇതിൽ കുറേ കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൽ ഫണ്ട് അത് ഡൈവേർഷൻ ചെയ്താൽ അതെന്താണെന്ന് കൃത്യമായി കാണിക്കണം. ഫണ്ട് ഡൈവേർഷൻ ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ എന്തുകൊണ്ടെന്നുണ്ട്. ഈ ആതുര സേവനത്തിനാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, അതിൽ ചോദ്യങ്ങളില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ അത് എന്ത് സേവനത്തിന് ഉപയോഗിച്ചു എന്ന് കൃത്യമായി കാണിക്കണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ വരവ് എങ്ങനെയാണ്, ആ വരവുമായി ബന്ധപ്പെട്ട് ഫീൽഡ് എൻക്വയറി ഉണ്ടാകും. ഇപ്പം നിങ്ങൾ പറയുകയാണ് ഇത് ഉപയോഗിച്ച് ഞാനൊരു സ്കൂൾ തുറന്നു, ആ സ്കൂൾ കാണിക്കണം. ഫീൽഡ് എൻക്വയറി വരുമ്പം അവിടെ ആ സ്ഥലത്തൊരു സ്കൂൾ ഉണ്ടാകണം. അത് കഴിഞ്ഞ് ഇപ്പോൾ പേഴ്സണൽ ഗെയിൻ, ഇപ്പം ഈ ഫണ്ട് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിക്കെതിരെ പരാതിയുണ്ട്, കേസുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് മാർക്കാണ്. അപ്പോൾ അതിലെല്ലാം പറയേണ്ടി വരും. അപ്പോൾ ഇതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന കാര്യമുണ്ട്. അപ്പോൾ അത് ഏറ്റെടുത്താൽ അത് സർക്കാർ സംവിധാനത്തിലേക്ക് പോകും എന്നുള്ളിടത്താണ് ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നത്. കേരളത്തിൽ എന്തായാലും BJPക്ക് ഇതിന് കുറേ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഈ ഘട്ടത്തിൽ എന്തായാലും. അനന്ത, അപ്പോൾ ഈ അങ്ങനെ ഒരു വീണ്ടും വിചാരമില്ലാതെ ഈ സമയത്ത്, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, അതിൽ തന്നെ കേരളത്തിൽ ഇതൊരു പ്രശ്നമാകുമെന്ന് BJPക്ക് അറിയാമായിരുന്നില്ലേ? അതുകൊണ്ട് ആ ഒരു സമയത്ത് കൊണ്ട് തന്നെ ഇതിങ്ങനെ കൊണ്ടുവന്നത് BJP വേണ്ടത്ര ആലോചന ഇല്ലാതെ ചെയ്തു പോയതാണോ? ഇതിനകത്ത് BJP വേണ്ടത്ര ആലോചനയുടെ ആണോ എന്നുള്ളതിനപ്പുറം ഇപ്പോൾ ആര്യ പറഞ്ഞതിൽ, ആര്യ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചതിലെല്ലാം കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ ക്രിസ്ത്യൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് അല്ല, ഇത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട് ആണ്. അതിലെന്താണ് ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇത്രയും പേടിക്കാനുള്ളത് എന്നുള്ളതാണ്. ഇത് ഒരു ക്രിസ്തീയ സഭയുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് വരുന്ന സംഭാവനകൾ നിയന്ത്രിക്കാനുള്ള സംവിധാനമല്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അവർ ഉന്നയിക്കുന്നത് ഈ രജിസ്ട്രേഷൻ, അതിൻ്റെ ലൈസൻസ് റദ്ദായാൽ ഈ സ്വത്ത്
കേന്ദ്ര സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് എടുത്ത് അത് manage അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് manage ചെയ്യാൻ ഒരു പറ്റും. ഒരു അതോറിറ്റി, ഒരു സമിതി രൂപീകരിക്കും എന്നുള്ളൊരു ക്ലോസ് ആണ് അതിനകത്ത്. സമിതി സർക്കാരിലായിരിക്കും. അതെ, ഒരു person, അതാണ് സർക്കാരിലായിരിക്കും, പ്രശ്നം. സർക്കാരിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കിയിട്ട് കാണുന്നത് അതിനകത്ത് ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്ത് ചെയ്യണം എന്നുള്ളത് ഇത് സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഇതുവരെ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ലൈസൻസ് റദ്ദായാൽ ഈ ഫണ്ട് എന്ത് ചെയ്യണം, ഈ സ്വത്ത് എന്ത് ചെയ്യണം. അതിനപ്പുറം മറ്റൊന്ന്, ഒരുപാട് രാജ്യത്ത് ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധപ്പെട്ട് അവർ ആശങ്ക മാറ്റി വയ്ക്കട്ടെ. ഈ ക്രിസ്ത്യൻ അതോറിറ്റികൾക്ക് മാത്രമല്ല ഈ വിദേശ ഫണ്ട് വരുന്നത്. പല NGO സംഘടനകൾ പല രൂപത്തിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അടുത്തിടെ ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഫോറിൻ മണി വന്നു, അത് മറ്റ് ചില വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായി തെളിവുകൾ ലഭിച്ചു. അതിൻ്റെ പേരിൽ അറസ്റ്റ് മണിപ്പൂരിലുണ്ടായിട്ടുണ്ട്. അമേരിക്കൻ പൗരനടക്കം അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ അത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറ്റ് എന്തിൻ്റെയെങ്കിലും പേരിൽ, ഇപ്പോൾ ഒരു ആതുര സേവനത്തിൻ്റെ പേരിലൊക്കെ വരുന്ന ഫണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയണ്ടേ? ഇത് ഒരു സംഘടനയുടെ പേരിൽ വരുന്നു, ആ സംഘടന ഉണ്ടോ എന്നറിയണ്ടേ? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകൾ BJP അട്രാക്ട് ചെയ്യുമോ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അത് UDF-നെ ബാധിക്കും എന്നൊക്കെയുള്ള സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഈ വെറുതെ ഒരു ആശങ്ക, ഇപ്പോൾ സാധാരണ ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലായാലും ഒക്കെ മണിപ്പൂരിലുള്ള വിഷയങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ കത്തിപ്പടരുന്നത് കാണാം ഇലക്ഷൻ ആകുമ്പോൾ. അതുപോലെ തന്നെ ഇപ്പോൾ അത്തരം ആൾക്കാർക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി കിട്ടിയ ഒരു ആയുധം എന്നതിനപ്പുറം ഇത് ഒരു പക്ഷേ ക്രിസ്ത്യൻ മത വിശ്വാസികളെ സംബന്ധിച്ച് ഒരു ആശങ്കയാവാനുള്ള സാധ്യത കുറവാണ്. അവർ കാര്യങ്ങൾ പത്രം വായിക്കുന്നവരാണോ എല്ലാവരും? അപ്പോൾ അവർക്ക് അതൊരു ആശങ്ക ഉണ്ടാവും. ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു ക്ലാരിറ്റി ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ ഇന്നിപ്പം കേന്ദ്രമന്ത്രി അവസാനം പറയുന്നത് ഇനി ഒരു ചർച്ചയില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു ക്ലാരിറ്റി ഉണ്ട്. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞു റിന്യൂ ചെയ്യാൻ പോകുമ്പം ഒരു സർക്കാർ സംവിധാനം, കേന്ദ്ര സർക്കാരിന് ഹോൾഡ് ഉള്ള ഒരു പേഴ്സൺ ആണ് അത് തീരുമാനിക്കേണ്ടത്. ആ ലൈസൻസ് റിന്യൂ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. അല്ല, ഇപ്പൊ നേരത്തെ നിങ്ങളെല്ലാം മതപരിവർത്തനം എന്ന് പറഞ്ഞു. മതപരിവർത്തനത്തെ അല്ല ഇതിനകത്ത് ഈ ഇഷ്യൂ ആയിട്ട് കൊണ്ടുവരുന്നത്, നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി വിദേശ ഫണ്ട്, ആ പണം അവർക്ക് കൊടുത്തുകൊണ്ട് പണം കൊണ്ട് അട്രാക്ട് ചെയ്ത് മതത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ പരിശോധിക്കപ്പെടണ്ടേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് BJPക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയമായ അവർക്ക് അവരുടെ നിലപാടുകളുമുണ്ട്. അതിൽ ആനന്ദൻ പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല. എന്തെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ BJP സർക്കാരിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്നത് തികച്ച വർഗീയ ലക്ഷ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പലർക്കും അറിയാം. സാധാരണ ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായ അധികാരമുണ്ട്, അതിലൊന്നും സംശയമില്ല. അതൊരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ഒരു നടപടിക്രമം മാത്രമാണ്. അതിലൊന്നും ആർക്കും അഭിപ്രായവ്യത്യാസവും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ ഇവിടെ പ്രശ്നം, ഈ നിയമം എന്ന് പറയുന്നത് ന്യൂനപക്ഷ സംഘടനകളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും അതുപോലുള്ള അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെയും സ്ഥാപനങ്ങളെയും പിടിച്ചെടുക്കാനും നഗ്നമായി അവരുടെ പ്രവർത്തനങ്ങൾ ഇടപെടാനും ഈ നിയമം വഴി സർക്കാരിന് വഴിയുണ്ടാകുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം. ഇവിടെ BJP സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകുന്നു, പക്ഷെ അതൊരു തെറ്റായ വഴിയിലുള്ള നിയന്ത്രണമായിട്ടാണ് എന്നാണ് രമേശ് പറയുന്നത്. ഇതിനകത്ത് കൂടുതൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിന് അല്ലല്ല ഞാൻ അതൊക്കെ നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് ഈ നിയന്ത്രണത്തിന് ഇപ്പോൾ തന്നെ ധാരാളം വ്യവസ്ഥകൾ അതിനകത്തുണ്ട്. ഈ കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളായി ഇതിനകത്ത് ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. 2010 പറഞ്ഞു, 2020 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതിലൊന്നും തെറ്റില്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈസൻസ് പുതുക്കാൻ കാലതാമസം വന്നാൽ മതിയായ സമയത്ത് ലൈസൻസ് പുതുക്കി കിട്ടിയില്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തന്നെ ലൈസൻസ് പുതുക്കാതെ വെച്ചേക്കാം. ആ കാലാവധിക്കുള്ളിൽ ലൈസൻസ് കിട്ടിയില്ല. ഇപ്പം നമ്മളൊരു ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നു, നിങ്ങൾക്ക് ലൈസൻസ് തരില്ല എന്ന് തീരുമാനിക്കുന്നു. കോടതി സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാ രേഖകളും സമർപ്പിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് ഇതൊരു ജനാധിപത്യ BJP കേന്ദ്ര BJP സർക്കാരിന്റെ ലക്ഷ്യം നമുക്കെല്ലാം ഇപ്പോൾ ആനന്ദൻ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഭരണഘടന നിലവിലുള്ള ഒരു രാജ്യമാണ്. ഈ ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് വിധേയമാണോ ശരിക്കും നേരത്തെ പറഞ്ഞ മതപരിവർത്തന നിരോധന നിയമം? നിർബന്ധിത മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനവും എന്താ വ്യത്യാസം? ഈ നിയമപ്രകാരം ഇപ്പൊ നിർബന്ധിത മതപരിവർത്തനം നിങ്ങൾ പറയുന്ന നിയമപ്രകാരം എത്രയോ കേസുകൾ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കേസുകളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത് നിർബന്ധിത മതപരിവർത്തനമാണോ ഈ രാജ്യത്ത് ഏത് മതം സെലക്ട് ചെയ്യാനും ഏത് മതം പിന്നെ പ്രാക്ടീസ് ചെയ്യാനും ഏത് മതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അതിനകത്ത് ആളെ ചേർക്കാനൊക്കെ ഉള്ള ഈ പറയുന്ന പ്രശ്നം, അതായത് എന്തെങ്കിലും തരത്തിൽ പണമായോ
മറ്റേതെങ്കിലും സമ്മാനങ്ങളായോ അല്ലെങ്കിൽ പ്രലോഭനങ്ങളായോ ഒക്കെ അവർക്ക് വാഗ്ദാനങ്ങൾ കൊടുത്ത് അവരെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറ്റുന്നു. അതിന് ഇങ്ങനെ വരുന്ന പണം ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയത്തിൽ ചില നിയന്ത്രണങ്ങൾ മതപരിവർത്തനം തടയലാണോ ഒരു കേന്ദ്ര സർക്കാരിന്റെ ജോലി? മതപരിവർത്തനം തടയാൻ വേണ്ടി അത് മാത്രമല്ലല്ലോ ഇത് പറയുന്നത്. ഒരുപാട് രാജ്യത്തിന്റെ യൂണിയൻ ഗവൺമെന്റ് ഇതിനെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള നീക്കമായിട്ട് മാത്രം ചുരുക്കുന്നു. അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇത് രാജ്യ താല്പര്യത്തിന് വേണ്ടിയാണ്. ഇത് രാജ്യ താല്പര്യത്തിന് വേണ്ടിയാണ്. രാജ്യത്തെ സംഘടനകൾ മാത്രമല്ല പ്രവർത്തിക്കുന്നത്. ഒരുപാട് മുഖംമൂടി അണിഞ്ഞ സംഘടനകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു ചില ആശയ ലക്ഷ്യങ്ങളോടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ഒരുപാട് സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെയും കൂടെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കേന്ദ്ര സർക്കാരിന് ഹിതകരമല്ലാത്ത സംഘടനകളെ നിയന്ത്രിക്കാനും ഇതിനകത്ത് അവർക്ക് കഴിയും. കാരണം ഇപ്പോൾ ഒറ്റ ഉദാഹരണം, ഇപ്പോൾ സോനം വാങ്ചുക്കിൻ്റെ ഒരു സംഘടന ഉണ്ടായിരുന്നു. അവിടെ പ്രക്ഷോഭം നടന്നതിൻ്റെ പേരിൽ അയാളുടെ ഈ ലൈസൻസ് റദ്ദാക്കി. അതുപോലുള്ള ഏത് ഘട്ടത്തിലും ഏത് സംഘടനകളുടെയും ഇപ്പോൾ ഈ നേരത്തെ അനന്തം പറഞ്ഞു എല്ലാവർക്കും ബാധകമാണെന്ന് ഒക്കെ സമ്മതിച്ചു. ഇപ്പോൾ സംഘപരിവാറുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം സംഘടനകളുണ്ട്. എനിക്കറിയാവുന്ന വ്യക്തികൾ അവരുമായി തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ലൈസൻസ് വളരെ സംഘപരിവാറുമായി അടുപ്പമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടുന്നു, വളരെ എളുപ്പം കിട്ടും. അവരുടെ ലൈസൻസ് ഒന്നും യാതൊരു പ്രശ്നം ഉണ്ടാകില്ല. അപ്പോൾ സംഘപരിവാർ സംഘടനകൾക്ക് നിർബാധം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യാം. മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംഘടനകളെയും സ്ഥാപനങ്ങളെയും അവരുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന നഗ്നമായ വർഗീയ അജണ്ട വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാരിന്റെ. ഇത് പ്രമേഷ് പറയുന്ന ഒരു കാര്യം, ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. വർഗീയ ലക്ഷ്യം അല്ല, വർഗീയമായ ഒരു സംഘടനയുടെ പേരെടുത്ത് പറഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയ ലക്ഷ്യമാണെങ്കിൽ ഈ പ്രത്യേകിച്ചും കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ക്രൈസ്തവ സഭകൾ അവരുടെ സംഘടനകൾക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു പക്ഷേ അവർക്ക് എതിരായിട്ടാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ BJP അതാണെങ്കിൽ ഒരു കൃത്യമായ സന്ദേശം കൊടുക്കുകയാണോ? ഞങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വഴങ്ങണം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണോ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണെങ്കിൽ പോലും കൊടുക്കാൻ ഈ അമെൻമെൻറ്റിലൂടെ ശ്രമിക്കുന്നത്? BJPയുടെ ഇതുവരെയുള്ള ഇത്തരം വിഷയങ്ങളുടെ സമീപനം നമ്മളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയോ ഒന്നും അവരുടെ നയങ്ങളിലോ അജണ്ടകളിലോ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇതുവരെ BJP തയ്യാറായതായി സംഘപരിവാറും തയ്യാറായതായി അനുഭവത്തിലില്ല. അവർക്ക് ദീർഘകാല അജണ്ടകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ചില കാഴ്ചപ്പാടുകളുണ്ട്. അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കേരളീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് അവർക്ക് തിരിച്ചടിയാകുമോ, ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും. പക്ഷേ അവർ അതിനെയും ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ അവർ അജണ്ടകളിൽ നിന്ന് ഒരിക്കലും പിന്മാറുന്ന കൂട്ടരേ അല്ല ഈ BJP എന്ന് പറയുന്നത്. ഇത് പ്രമേശൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കേരളത്തിലെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ അവർക്ക് ചില നഷ്ടങ്ങളും സംഭവിച്ചേക്കാം. ഇത് കുറച്ചുകൂടി ഗുണം ചെയ്യുക UDFന്, അവരുടെ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകൾ കുറച്ചുകൂടി UDFിലേക്ക് അടുപ്പിക്കുന്നതിന് FCR ഈ വിഷയം ഒരു പക്ഷേ കുറച്ച് BJPയിൽ താല്പര്യം കാണിച്ചിരുന്ന അതെ പുതുതലമുറയിലെ ആളുകൾ ഉൾപ്പെടെ, ക്രിസ്ത്യൻ വിഭാഗത്തിലെ പുതുതലമുറയിലെ ആളുകൾ ഉൾപ്പെടെ BJPയോട് അനുഭവം കാണിക്കുകയും അവർ കൊള്ളാം എന്നുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കുൾപ്പെടെ ഒരു പക്ഷേ UDF രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനോ അല്ലെങ്കിൽ UDFിനോടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനോ ഇത് ഉപകരിച്ചു. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ BJPയുടെ കേന്ദ്ര നയങ്ങൾ പലതും അവിടെ ഇത്തരം ബില്ലുകളോ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളോ ഒക്കെ വരുമ്പോൾ തന്നെ ഈ കേരളത്തിലെ ഇവരുടെ ഔട്ട്റീച്ച് പ്രോഗ്രാമും ഇതും തമ്മിൽ എപ്പോഴും ഒരു വൈരുദ്ധ്യം എപ്പോഴും നേരിടാറുണ്ട്. അത് പലപ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണം വരുന്നുണ്ട്, അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് കേരളത്തിൽ അതിനു മുമ്പായിട്ട് ഈസ്റ്ററിനും ഇവിടെ നിന്നൊരു MP തരാമെന്ന് പറഞ്ഞതും ഇവിടെ നിന്നുള്ളൊരു ബിഷപ്പാണ്. അത് ഓർക്കണം. അപ്പൊ മറുപടി പറയാൻ അവരും ബാധ്യസ്ഥരാണ്. പുള്ളി മാത്രമല്ല, ആലഞ്ചേരി പറഞ്ഞില്ലേ പ്രധാനമന്ത്രി സൂപ്പറാണെന്ന്. മാറ്റാൻ കഴിയില്ല. നേരത്തെ നോട്ട് നിരോധനമായാലും അതിനുശേഷം ഈ പൗരത്വ നിയമമായാലും അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന അതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് ഇത് ഈ 10-15 വർഷമായിട്ട് ഭരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ ആ ഒരു മാസീവായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ നമുക്കില്ല. മാത്രമല്ല ഇപ്പോൾ ഈ FCR ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നോട്ട് നിരോധനം കൊണ്ടുവന്ന സമയത്ത് ഒരുപാട് ആരോപണങ്ങൾ അതിനെതിരെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പം കള്ളപ്പണം നിയന്ത്രിച്ചു. എനിക്ക് ഒറ്റ പോയിന്റ്
ഒറ്റ പോയിന്റ് പറയാം. ഇപ്പൊ കള്ളപ്പണം പൂർണ്ണമായും ഇല്ലാതാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് കള്ളപ്പണമല്ല, കള്ളനോട്ട് ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ പോലീസ് ബീറ്റ് ചെയ്യുന്ന പോലീസ് ബീറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. എത്ര കാലമായി കേരളത്തിൽ ഒരു കള്ളനോട്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ട്, മാത്രമല്ല ഈ നോട്ട് നിരോധനത്തിന് ശേഷം ഡിജിറ്റൽ മണി കൂടി വന്നതോടുകൂടി കള്ളനോട്ട് വിനിമയത്തിനുള്ള സാധ്യത പോലും കുറയാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എതിർക്കുമ്പോൾ അതിന്റെ നല്ല സൈഡ് കൂടി കാണണം. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് എന്തെങ്കിലും നീക്കങ്ങൾ നടന്നോ എന്നാണ് അനന്തൻ ചോദിച്ചത് ഈ വിഷയങ്ങളിൽ. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് എന്തെങ്കിലും നീക്കങ്ങൾ നടന്നോ എന്നല്ല. നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നോ? നിങ്ങളുടെ പരിഗണനയിൽ അവർ ഉണ്ടായിരുന്നു? എന്തോ ഒരു ഔദാര്യം പോലെ പറയേണ്ട കാര്യമല്ല. FCRA ലിമിറ്റിൽ വരുന്നത് ക്രിസ്ത്യൻ സംഘടനകൾ മാത്രമല്ല, സന്നദ്ധ സംഘടനകൾ, ഹിന്ദു സംഘടനകൾ, മുസ്ലിം സംഘടനകൾ, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ. കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അതിനകത്ത് ക്രൈസ്തവ സഭകൾ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട സംഘടനകൾ അതൊരു പ്രധാന. അങ്ങനെ ഏതെങ്കിലും FCRA നടപടികൾ നേരിട്ട് ഒരു ക്രൈസ്തവ സംഘടന അപ്പൊ അവരെല്ലാം നിയമപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവർക്ക് നിയമപരമായി മുന്നോട്ട് പോകുന്നവർക്ക് ആർക്കും ആശങ്കപ്പെടേണ്ട ഒരു സാധ്യത. ഇതിപ്പോ മിക്കവാറും എല്ലാ സഭകളുടെയും ഭാഗത്തു നിന്ന് പ്രതികരണം വന്നു കഴിഞ്ഞു. ഇതിനകത്ത് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ പ്രതികരണങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുള്ളൂ. ഒരു പക്ഷേ കേരളത്തിൽ ഇപ്പോൾ 9-ാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആൾക്കാർക്ക് ഇതേ അഭിപ്രായമായിരിക്കും. ഒന്ന്, ഇതിനകത്ത് ലൈസൻസ് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരു സുതാര്യത ഇല്ലായ്മയുള്ളത് ഈ പാർലമെന്റിൽ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് തന്നെ ഒരു ചോദ്യം ഉന്നയിച്ചു. 27,000-ൽ പരം സംഘടനകളുടെ ലൈസൻസ് FCRA ലൈസൻസ് റദ്ദാക്കി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് ശരിയാണോ എന്ന ചോദ്യത്തിന് അത് രഹസ്യമാണ്, ഔദ്യോഗിക രഹസ്യമാണ്, പുറത്തു പറയാൻ പറ്റില്ല എന്നുള്ള മറുപടിയാണ് ഒരു MP കിട്ടിയത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലുണ്ടാകും. ചോദിക്കട്ടെ, എത്ര സംഘടനകൾ അല്ലെങ്കിൽ ഏതൊക്കെ സംഘടനകൾ എന്ന് പറയാമല്ലോ, ഏത് കാരണത്തിലാണ് എന്ന് പറയാമല്ലോ. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഓ, ഈ കണ്ണുകൊണ്ട് എന്നെ കാണാനാ? മോശം ഉണ്ടാവില്ല. ഞാൻ നിങ്ങളോട് അന്നേ പറഞ്ഞില്ലേ സർജറി ചെയ്യാൻ. സർജറി ഒക്കെ ചെയ്യാം, പക്ഷെ അതിന് എത്രമാത്രം പൈസ ചെലവുണ്ടെന്നാ. ഇത് നിനക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതല്ലേ, വിൽക്കണം. ഇട്ട് നിന്നിട്ട് എന്തിനാ, കാണാൻ ആള് വേണ്ടേ? ചില ബന്ധങ്ങൾക്ക് സ്വർണത്തെക്കാൾ മൂല്യമുണ്ട്. ഇന്ന് തന്നെ സ്വർണം വിൽക്കൂ അഭിമാനത്തോടെ. വൈറ്റ് ഗോൾഡ്, നിങ്ങളുടെ സ്വർണം പണമായി മാറ്റാൻ ഏറ്റവും മികച്ച ഇടം. പാനസോണിക് AC, ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ കൂൾ. ഇതിന്റെ അഡ്വാൻസ് ഡസ്റ്റ് ബസ്റ്റർ ടെക്നോളജി അത് ഔട്ട്ഡോർ യൂണിറ്റിനെ ഓട്ടോ ക്ലീൻ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഉഗ്രൻ കൂളിംഗും ദീർഘായുസും. പാനസോണിക്. ഞാനൊരു പാവം ബക്കറ്റ്, ഗ്രാഫീനില്ല ബക്കറ്റ്. ആ ബക്കറ്റ് മാറ്റി ഗ്രാഫീൻ ബക്കറ്റ് എടുക്കണേ. ഗ്രാഫീൻ നോ പായൽ നോ പൂപ്പൽ, ടോട്ടൽ പ്രൊട്ടക്റ്റ്. ഗ്രാഫിൻ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട്. പായലിനും പൂപ്പലിനും അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷൻ. ഷോ ക്രെഡിറ്റ്സ്, ഇന്ത്യയിലെ നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പായ ജോസ്കോ VIP ഹെയർ കളർ ഷാംപൂയിലേക്ക് മാറൂ. പക്ക. മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. ഇന്നലെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുന്നതിനെ കുറിച്ച് ഒരു സജഷൻ, ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കുക കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഉണ്ടാകണം, കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകണം എന്നുള്ളൊരു നിർദ്ദേശം അദ്ദേഹം വച്ചിട്ടില്ല. എങ്കിൽ പോലും കോൺഗ്രസ് അതിനൊരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടോ? കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി ആക്കാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കേരള സമൂഹത്തിൽ ഈ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ കോൺഗ്രസിൽ നിന്ന് അത്തരം എന്തെങ്കിലും സൂചനയോ സന്ദേശമോ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒറ്റ വാചകത്തിൽ ഇല്ല എന്ന് പറയാം. ഇത്തവണ 140 മണ്ഡലങ്ങളിലേക്കും എല്ലാ മുന്നണികളുടെയും കൂട്ടിയാൽ വെറും 54 വനിതകളാണ് മത്സര രംഗത്തുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ന് കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുന്നത്. എത്രയോ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തുടക്കം മുതൽ. അപ്പം ഇതിൽ നമ്മൾ കേട്ട 3 പേരുകൾ, ഒന്ന് KR ഗൗരിയമ്മ, ഒന്ന് സുശീല ഗോപാലൻ, ഒന്ന് KK ശൈലജ. ഈ 3 പേരും ഇടതുപക്ഷത്തിൽ നിന്നുള്ള നേതാക്കളാണ്. ഈ കഴിഞ്ഞ തവണ 2021 നിയമസഭയിൽ
12 വനിതാ MLA-മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 140-ൽ 12 എന്ന് പറയുമ്പോൾ വെറും 8% മാത്രമേ വനിതാ പ്രാതിനിധ്യമുള്ളൂ. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. ഇപ്പം പിണറായി വിജയനോട് ഈ ചോദ്യം ചോദിച്ചു, പരിഗണിക്കാൻ കഴിയാത്തതിൽ സങ്കടമുണ്ട്. കഴിഞ്ഞ 2021-ലും ഇതേ ചോദ്യം ചോദിച്ചിരുന്നു, അന്നും ഇതേ മറുപടിയാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇന്ന് VD സതീഷിനോട് ചോദിച്ചു രാഹുൽ ഗാന്ധിയുടെ വനിതാ മുഖ്യമന്ത്രിയെ പറ്റി. ശരിയാണ്, അർഹിച്ച ഒരു പ്രാതിനിധ്യം സ്ത്രീകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പം വനിതാ മുഖ്യമന്ത്രി ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നം എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. ആ സ്വപ്നം ഇപ്പൊ കേരളത്തിൽ നടപ്പിലാക്കണമെങ്കിൽ നിലവിൽ കോൺഗ്രസിന്റെ MLA-മാർ നോക്കുകയാണെങ്കിൽ ഉമാ തോമസ്, രമ്യ, നിലവിൽ പിന്നെ സ്ഥാനാർത്ഥികളായി ഇത്തവണ മത്സരിക്കുന്ന രമ്യ ഹരിദാസ്, ഷാനിമോൾ. നിങ്ങൾ ആരെങ്കിലും 4 പേരിൽ ആരെങ്കിലും ഇവരെ 4 പേരിൽ കൂടുതലുണ്ട്. അല്ല, അതിൽ ആരെങ്കിലും നമുക്ക് അറിയുന്ന ഒരു മുതിർന്ന നേതാക്കളിൽ ആരെങ്കിലും കേരളത്തിന്റെ ഒരു വനിതാ മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടോ? ആരെങ്കിലും ഉയർത്തി കാണിക്കണം. തീരുമാനിച്ചാൽ അവർക്ക് ചെയ്യാം. അത് മാത്രമല്ല, എന്റെ ചോദ്യം UDF അധികാരത്തിൽ വന്നാൽ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ജയിച്ചു വരുന്നവരിൽ ആരെങ്കിലും ഒരാളെ, അത് അവരുടെ കഴിവോ പ്രാപ്തി എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരു വനിത അവരെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകുമോ? ഈ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ച രാഹുൽ ഗാന്ധിയുടെ പാർട്ടി തയ്യാറാകുമോ? രാഹുൽ ഗാന്ധിയോട് അതാണ് ചോദ്യം. രാഹുൽ ഗാന്ധി ആരോടാണ് ഇത് ചോദിക്കുന്നത്, ആരോടാണ് പറയേണ്ടത്? അദ്ദേഹം ആ കോൺഗ്രസിന്റെ ഏറ്റവും പരമോന്നതമായ പദവിയിലിരിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് തീരുമാനിക്കാം. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ കോൺഗ്രസ് 95 സീറ്റുകളിൽ മത്സരിക്കുന്നു. 9 പേർ ആണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക. മതിയായ സ്ത്രീ പ്രാതിനിധ്യമില്ലാന്ന് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും, സംസ്ഥാന നേതാക്കൾ, ഏതെങ്കിലും ഒരു നേതാക്കൾ മതിയായ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും അഭിപ്രായം, പരസ്യമായിട്ടുള്ള അഭിപ്രായം, സ്ത്രീ പ്രാതിനിധ്യം ഇനിയും വേണമെന്നാണ്. അങ്ങനെ ഒരു സ്ത്രീ പ്രാതിനിധ്യം വേണം എന്ന് അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അല്ല, അത് ഇവരുടെ ഈ CEC, ഇവരുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഒക്കെ ചേരുമ്പോൾ ഇവിടെ നിന്ന് പട്ടികയുമായിട്ട് പോയി 2 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നത്. ആ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് പറയാമായിരുന്നു ഇത്രയും സ്ത്രീകൾ പോരാന്നുള്ളത്. അതെ, 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ മുന്നണിയായി മത്സരിക്കുമ്പോഴും നമുക്ക് ഇത്ര ശതമാനം സ്ത്രീ പ്രാതിനിധ്യം വേണം എന്ന് അദ്ദേഹത്തിന് ഒരു നിലപാടെടുക്കാമല്ലോ. അദ്ദേഹത്തിന് സ്ത്രീകളെ പരിഗണിക്കുമ്പോൾ ഈ നമ്മൾ പറയില്ലേ ഉറച്ച കോട്ടകൾ, അങ്ങനെയുള്ള സീറ്റുകൾ പോലും സ്ത്രീകൾക്ക് ഷുവർ സീറ്റുകൾ ഉണ്ടല്ലോ. ആ ഷുവർ സീറ്റുകൾ പോലും ഇപ്പൊ KK ശൈലജയുടെ കാര്യം ഒരു ഷുവർ സീറ്റ് ആയിരുന്നു. ഈ പ്രായത്തിൽ അവരെ പോരാടാൻ വിട്ടുകൊടുക്കുകയാണ്. അപ്പം സ്ത്രീകൾ പോരാടണം, അല്ലെങ്കിൽ ഷുവർ സീറ്റ് പോലും ഇപ്പൊ ഏത് മുന്നണിയാണെങ്കിലും ശരി, ആ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല. ഇതിനകത്ത് ഇപ്പം കുറച്ച് തമാശയോടുകൂടി ഇതിനെ കാണാൻ പറ്റും. കാരണം രാഹുൽ ഗാന്ധി ഇത് ശരിക്കും ഒരു തീരുമാനമെടുത്ത് വന്ന് പറഞ്ഞതാണോ, അതല്ലെങ്കിൽ തന്റെ പ്രചാരണ പരിപാടിയിൽ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആവേശം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണോ എന്നൊക്കെയുള്ളത്. അതിനകത്തൊരു ട്രോൾ ഇറങ്ങിയത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ആര് മുഖ്യമന്ത്രി? അപ്പം രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ, അങ്ങനെ ഒരു 3-4 നേതാക്കന്മാർ റെഡിയാണ്. അപ്പോൾ അവരുടെ ഫോട്ടോ കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർ സാരി ഉടുത്ത് നിൽക്കുന്ന ഒരു ചിത്രത്തിലേക്കാണ് ട്രോൾ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള വനിതകൾ അവരാരൊക്കെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ തിട്ടമില്ല. ജയിച്ചാൽ തന്നെ അവരാരെ മുഖ്യമന്ത്രിയാക്കാൻ ഇപ്പോഴുള്ള നമ്മുടെ പുരുഷ നേതൃത്വം തയ്യാറാകുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. സീറ്റ് എണ്ണത്തിൽ മതിയായ സീറ്റുകൾ വനിതകൾക്ക് കൊടുത്തിട്ടില്ല, പിന്നെയാണ് മുഖ്യമന്ത്രിയാക്കുന്നത്. ഇനി അതല്ലെങ്കിൽ വേറൊരു തമാശയും കൂടി സമൂഹ മാധ്യമങ്ങളിലുണ്ട്. ഇത് ഒരു പക്ഷേ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ കേരള മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഒരു നീക്കത്തിന്റെ ഭാഗമാണ്. നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന കൂടുതൽ സംസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. അവിടെയൊക്കെ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു? പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രിയാവുന്നൊക്കെയുള്ള ഷീലാ ദീക്ഷിത്തിൽ അവസാനിച്ചു. 4 മുഖ്യമന്ത്രിമാരെ ഇന്ത്യക്ക് KPCC പ്രസിഡന്റുമാരായിട്ട് വനിതകൾ വന്നിട്ടില്ലല്ലോ ഇതുവരെ. എന്നിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറയുന്നത് ഒരു വനിതാ മുഖ്യമന്ത്രിയാക്കണം. അല്ല, മുഖ്യമന്ത്രിയുടെ കാര്യം രണ്ടാമത്. സംസ്ഥാന ക്യാബിനറ്റിൽ എത്ര വനിതകളെ മന്ത്രിമാരാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. UDF-ന്റെ കാലത്ത് ആകെ PK ജയലക്ഷ്മി മാത്രം. എല്ലാ കാലത്തും അത് തന്നെയാണ്. മുമ്പ് MT പത്മ, അങ്ങനെ എല്ലാ കാലത്തും ഒരു വനിതയെ മന്ത്രിയാക്കും എന്നല്ലാതെ. അത് 2ആയി മാറിയത് പിന്നെ ആദ്യ പിണറായി സർക്കാരിലാണ് 2ആയി മാറിയത്. 2ാം പിണറായി സർക്കാരിലാണ് അത് 3ആയി മാറിയത്. അത് വളരെ എത്ര കാലം കഴിഞ്ഞിട്ടാണ്. ഈ നിയമസഭയിൽ 11 പേര്, 96-ലാണ് ഹൈയസ്റ്റ് ഒരു പെർസെന്റേജ് ഉള്ള 13 പേരുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ പിന്നെ ഇപ്പോൾ വനിതാ മുഖ്യമന്ത്രി ആകണം എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു എടുത്തു കാണിക്കാൻ ഒരു നേതാവിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പോലും പറ്റുന്നില്ല. അവർക്ക് തീരുമാനമുണ്ടെങ്കിൽ കോൺഗ്രസിന് തീരുമാനമുണ്ടെങ്കിൽ ജയിച്ചു വരുന്ന വനിതകളിൽ നിന്ന് ഒരാളെ പിന്നെ വേറൊരു കാര്യം എന്താ, നമ്മൾ ഈ ഷീലാ ദീക്ഷിതിന്റെ ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആക്കുക എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും വനിതകൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കാത്തിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ കാത്തിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആകാൻ പറ്റുമെങ്കിൽ ആവുക എന്നതാണ്. ഇവിടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയതാണ്.
ആയതാണ്. പിന്നെ മമതാ ബാനർജി ആയതാണ്, മായാവതി ആയതാണ്. അല്ലാതെ ആരെങ്കിലും ആക്കും എന്ന് പറഞ്ഞിട്ട് ഒരു വനിതാ നേതാവ് എങ്കിൽ പോലും ഞാൻ ആര്യയുടെ അവസാന ചോദ്യം ചോദിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് വന്ന് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തി, ഞാൻ പിന്നെയും പറഞ്ഞു കോൺഗ്രസിൽ നിന്നുണ്ടാകും എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്, പക്ഷേ എങ്കിൽ പോലും ആ നേതാവ് കോൺഗ്രസിനെ പ്രതിനിധീകരിക്കുന്ന നേതാവ് പറയുന്നു. പക്ഷെ അത് ഈ രീതിയിൽ തമാശയാകുന്ന രീതിയിൽ ആയിപ്പോകുന്ന രീതിയിലായിരുന്നോ രാഹുൽ ഗാന്ധി പറയേണ്ടിയിരുന്നത്? അല്ല, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം, അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാണ് പറഞ്ഞത്. ഈ ട്രോളാനില്ല, മനുഷ്യന്മാർക്ക് ആഗ്രഹിക്കാമല്ലോ അങ്ങനെ ഒരു നേതാവ് ഒന്ന് അതിനെ പോസിറ്റീവായി കാണണം. ശരി, അവരുടെ കോൺഗ്രസിനെ നയിക്കുന്ന ഒരു നേതാവ് ഭാവിയിലെങ്കിലും കേരളത്തിലെ ഒരു വനിതാ മുഖ്യമന്ത്രി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ആലോചന വന്നു എന്നുള്ളതിനെ നമ്മൾ നല്ല രീതിയിൽ കാണണം. മുന്നിൽ കാണുന്ന ആളുകളുടെ മുമ്പിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കൈയടി കിട്ടാൻ വേണ്ടി പറയേണ്ട അല്ല, കുറച്ച് ഈ ചർച്ച ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ ഇതൊരു പക്ഷേ LDF പാരയാകും. കാരണം LDF ഭൂരിപക്ഷം കിട്ടി വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഈ സ്ഥാനാർത്ഥി പാർട്ടിയുടെ ഇതിൽ പറയണല്ലോ, എപ്പോഴും ചെറിയ പാർട്ടിയാണെങ്കിലും CPI ആട്ടോ ഇതിലൊരു നിലപാട്. CPIക്ക് 25 സീറ്റേ ഉള്ളൂ, അതിൽ 5 വനിതകൾക്ക് കൊടുത്തു, 5-ൽ 1 വനിതകൾക്ക് കൊടുത്തു. ഏതായാലും ഇന്നത്തെ രാഷ്ട്രീയ വൃത്തം അവസാനിപ്പിക്കാം. നാളെ വീണ്ടും കാണാം.